ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊരു സാൽപ്പിഡോ BS30 എന്ന് പറയുന്നത് നമ്മുടെ സാൽപ്പിഡോ ബ്രാൻഡിൻ്റെ ഒരു സ്പീക്കർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 1.5 മാസമായി ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം സാൽപ്പിഡോ BS30 എന്നുള്ള മോഡലാണ്. അപ്പം 40 വാട്ട്സാണ് അതിൻ്റെ RMS. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കി ഇതിൻ്റെ റിവ്യൂ ആരെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടോ, എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ അറിയാൻ ജസ്റ്റ് യൂട്യൂബിലൊക്കെ നോക്കി. അപ്പം ഈ ഈ മോഡലിൻ്റെ ഒരു റിവ്യൂ പോലും ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാനത് ചോദിച്ചു, എന്നാൽ പിന്നെ ജസ്റ്റ് ഞാനൊന്ന് ഇത്ര മാസം ഉപയോഗിച്ചിട്ട് ഒന്ന് റിവ്യൂ ഒന്ന് ഇട്ട് നോക്കാമെന്ന് ചോദിച്ച് ഞാൻ അതിനുള്ളൊരു ചെറിയ തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് റിമോട്ടൊക്കെ ജസ്റ്റ് സിമ്പിൾ കൺട്രോൾസാണ്. ലൈറ്റ്, അങ്ങനത്തെ EQ ബോർഡ്സ്, പിന്നെ അതിൻ്റെ ബ്രാൻഡ് അംബാസഡറാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പിന്നെ റിമോട്ടിലെ കൺട്രോൾസൊക്കെ ഭയങ്കര സിമ്പിളാണ്. ലൈറ്റ്, EQ അങ്ങനെയൊക്കെ പെട്ടെന്ന് പിന്നെ അങ്ങനെയൊക്കെ പിന്നെ ജസ്റ്റ് ഒരു പാട്ടൊന്ന് പ്ലേ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ പക്ഷേ ഹെഡ്സെറ്റ് ഉപയോഗിച്ചാൽ അത് കുറച്ചുകൂടെ നല്ലതായിട്ട് കിട്ടാമെന്ന് എനിക്ക് തോന്നുന്നു. ചില കാണിച്ചിട്ട് സാൽപ്പിഡോ BS30 എന്നാണ് ബ്ലൂടൂത്തിൻ്റെ നെയിം വരിക. അപ്പോൾ ജസ്റ്റ് അത് കണക്ട് ചെയ്ത് ഒന്ന് കേൾപ്പിച്ചോളൂ. അധികം സൗണ്ടൊന്നും കിട്ടില്ല, കാരണം ഫോണിൻ്റെ അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് അത്രയൊന്നും കിട്ടാൻ സാധ്യതയില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് ഹെഡ്സെറ്റ് വെച്ച് യൂസ് ചെയ്ത് നോക്കുക. ഇത് ഈ വീഡിയോയില്ലേ ഈ ഹെഡ്സെറ്റ് ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് കേട്ടു. അപ്പോൾ ഞാൻ പ്ലേ ചെയ്ത് നോക്കാം. പിന്നെ ഇതിനകത്ത് മൈക്കിൻ്റെ ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. വയർലെസ് മൈക്കുണ്ട്, അത് ലേറ്റൻസി വളരെ കുറവാണ്. പിന്നെ വേറെ ഒരു മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാസ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ബാസൊക്കെ തന്നെയാണ്. ട്രബിളാണെങ്കിലും അത്യാവശ്യം 2 ട്വീറ്റേഴ്സും പിന്നെ 2 സബ്വൂഫറുമാണ് കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ മൊത്തത്തിൽ 40 വാട്ട്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ട്വിറ്ററിൽ 10 വാട്ട് 5 വാട്ടൊക്കെ വെച്ച് വരും. അപ്പോൾ ഒരു സബ്വൂഫറിലൊരു 10-20 വാട്ട്സൊക്കെ വരും. കറക്റ്റായിട്ട് ഇത് എങ്ങനെയാണ് അവർ സെറ്റിൽ ചെയ്തേക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇതിൻ്റെ കൺട്രോൾസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ എന്താണ് വോളിയം, എക്കോ, മൈക്കുള്ളൂ. ഈ വോളിയം എന്നുള്ളത് മാത്രമാണ് സ്പീക്കറിൽ വോളിയം കൂട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ബൈക്കിൻ്റെ സെറ്റപ്പാണ്. പിന്നെ ഓൺ ഓഫ് സ്വിച്ച്, DC 5 വാട്ട്, USB, പിന്നെ SD കാർഡും ഓക്സും, അങ്ങനെ ബോർഡ്സ്, റിമോട്ടിലുള്ള എല്ലാ ബോർഡുകൾ തന്നെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ടില്ല സാൽപ്പിഡോൻ്റെ ബ്രാൻഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ. ആളെയും അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു കണ്ടെങ്കിൽ അടിപൊളിയാണ്. വർക്കിങ്ങും പിന്നെ അതുമല്ല അതിനകത്ത് റേഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. FM റേഡിയോ, അതായത് ഇപ്പം കോഴിക്കോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ 91.9 നമ്മുടെ റേഡിയോ മാംഗോ ഒക്കെ കിട്ടും. അങ്ങനത്തെ അത്യാവശ്യം 2 റേഡിയോ ചാനൽസാണ് എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു ടൗണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വിഷയമില്ല, റേഡിയോസൊക്കെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. പിന്നെ ബാറ്ററി ആണെങ്കിൽ നോക്കുക, ചെറിയ ബാറ്ററിയാണ്. പിന്നെ ബാക്കിൽ നോക്കിയാലും പോർട്ടബിൾ സബ് വൂഫർ എന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഒറിജിൻ മെയ്ഡ് ഇൻ ചൈനയാണ്. മോസ്റ്റ്ലി എല്ലാ സ്പീക്കറും മെയ്ഡ് ഇൻ ചൈന തന്നെയാണ്. അപ്പം ആളെ കാണാൻ ലുക്കാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 5000 ഓൺവേർഡ്സാണ്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽഡ് ബാസ് റിവ്യൂ വോക്കൽ എല്ലാം ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു കമൻറ്റ് ചെയ്യും, ഞാനിടാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്, സീ യു ലേറ്റർ.